सद्गुरुनाथ महाराज की ओडी 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 कलियाड़ी वाकना ओडी 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 कलियाड़ी वाकना पाड़ी 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 नडन माड़ी वाकना पाड़ी 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 नडन माड़ी वाकना ओडी 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 कलियाड़ी वाकना ओडी 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 कलियाड़ी वाकना पाड़ी 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 नडन माड़ी वाकना पाड़ी 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 नडन माड़ी वाकना रासलील गोकुल बाला ओडी वाकना रासलील गोकुल बाला ओडी वाकना रागम तानम वल्लभी पाड़ी ओडी वाकना रागम तानम वल्लभी पाड़ी ओडी वाकना निकंदा बाबा जाली लाड़ी कलिकांता निकंदा बाबा जाली लाड़ी कलिकांता कातने तुम कोटो करोड़म काटे लोड़ चिकलिकांता कातने तुम कोटो करोड़म काटे लोड़ चिकलिकांता ओडी 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 कलियाड़ी वाकना ओडी 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 कलियाड़ी वाकना पाड़ी 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 नडन माड़ी वाकना पाड़ी 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 नडन माड़ी वाकना പാടും വീണ്ടും ചെറിയിറങ്ങി ഞങ്ങൾ വളഞ്ഞല്ലോ പാടും വീണ്ടും ചെറിയിറങ്ങി ഞങ്ങൾ വളഞ്ഞല്ലോ കണ്ടിട്ടു മേരെ നാരായണ യമുന പറഞ്ഞല്ലോ കണ്ടിട്ടു മേരെ നാരായണ യമുന പറഞ്ഞല്ലോ എണ്ണയും പാലും ഒരുക്കി ഞങ്ങൾ കാത്തിരിപ്പാണല്ലോ നറുവെണ്ണയും പാലും ഒരുക്കി ഞങ്ങൾ കാത്തിരിപ്പാണല്ലോ കണ്ണാ നിന്നെ തേടി തേടി ഞങ്ങൾ കുറഞ്ഞല്ലോ കണ്ണാ നിന്നെ തേടി തേടി ഞങ്ങൾ കുറഞ്ഞല്ലോ നിക്കണ്ണാ വാവാ ഊഞ്ഞാലിലാടി കളിക്കാത്ത നിക്കണ്ണാ ഊഞ്ഞാലിലാടി കളിക്കാത്ത കാത്തു നിൽക്കും കൊട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാത്ത കാത്തു നിൽക്കും കൊട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാത്ത കാട്ടിൽ പോയി കളിക്കാമെന്ന് കണ്ണൻ പറഞ്ഞില്ലേ കാട്ടിൽ പോയി കളിക്കാമെന്ന് കണ്ണൻ പറഞ്ഞില്ലേ കാളിന്തിയാറ്റിൽ കുളിക്കാമെന്ന് എന്നും പറഞ്ഞില്ലേ കാളിന്തിയാറ്റിൽ കുളിക്കാമെന്ന് എന്നും പറഞ്ഞില്ലേ എന്നിട്ടും എന്നെ കാണാൻ ഇനി മറ്റെങ്ങോ പോയെന്നോ എന്നിട്ടും എന്നെ കാണാൻ ഇനി മറ്റെങ്ങോ പോയെന്നോ രാധവന്ന് മികച്ച പൊന്നങ്ങളെ നീ മറന്നെന്നോ പ്രിയ രാധവന്ന് മികച്ച പൊന്നങ്ങളെ നീ മറന്നെന്നോ നിക്കണ്ണാ വാവാ ഊഞ്ഞാലിലാടി കളിക്കാത്ത നിക്കണ്ണാ കാത്തനിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാത്ത കാത്തനിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാത്ത നീലക്കറുളി വന്ന ഞങ്ങൾക്ക് നീയല്ലാതാറുണ്ട്
കളിയാടിവാക്കണ്ണ ഓടി 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 കളിയാടിവാക്കണ്ണ ഓടി 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 കളിയാടിവാക്കണ്ണ പാടി 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 നടനമാടിവാക്കണ്ണ പാടി 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 നടനമാടിവാക്കണ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭൂതൈർമഹദ്ഭിരേമാ പുരോ വിഭും നിർമായശേതേദമോഷ പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷിഷ്ട ഭഗവാൻ വചാംസി മേ ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ വദേത് തസ്യ നിസ്സരതേ വാണീ ജഹ്നുകന്യാ പ്രവാഹവത് യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഇന്ദുകുന്ദതുഷാരാഭാ ഭക്തചിത്താനുവർത്തിനി വാണീ മേ രസനാരംഗേ കരോതു നടനം സദാ പ്രേമപ്രദാനൈകവിചക്ഷണാഭ്യാം അനന്യഭക്തൈരഭിവന്ദിതാഭ്യാം മദീയചിത്താശനശോഭിതാഭ്യാം നമോ നമഃ പ്രേമികപാദുകാഭ്യാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. ഓരോ സ്കന്ധത്തിൽ ഓരോ ലക്ഷണം ഇവിടെ വർണ്ണിക്കുന്നു. അപ്പോൾ ഏഴാമത്തെ സ്കന്ധത്തിൽ ഊതി എന്ന ലക്ഷണം. ഊതി പറഞ്ഞാൽ ഊതയ കർമ്മവാസനാഹ. ഓരോരാൾക്ക് ഓരോ കർമ്മവാസന. ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ ഉണ്ടായാലും ഒരേ അച്ഛന്മാരുടെ കുട്ടികളായാലും ഒരു കുട്ടി അമ്പലത്തിന് പോകും, വേറെ കുട്ടി സിനിമയ്ക്ക് പോകും. ഒരേ അച്ഛനമ്മമാരുടെ കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലേ. ഓരോരോ ആൾക്കാരുടെ കർമ്മവാസന വേറെ വേറെയാണ്. അതുപോലെ കുട്ടികളുണ്ടായ സമയം എല്ലാം അതിന് കാരണമാവുന്നു. ഇവ ഭഗവാന്റെ തൊട്ടടുത്തിരുന്ന ജയവിജയന്മാർ സനകാദികൾക്ക് അപരാധം ചെയ്തപ്പോൾ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പാകത്തിൽ അസുരന്മാരായി മാറിക്കഴിഞ്ഞു. ഭഗവാന്റെ അടുത്തിരുന്നവർ ഭഗവാന്റെ വിരോധികളായി മാറി. അതേ വിരോധിയായ ഹിരണ്യകശിപുവിൻ്റെ മകൻ ഭഗവാనికి ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറി. എന്താ കാരണം? സത്സംഗമാണ്. നാരദൻ്റെ അനുഗ്രഹം കൊണ്ട് ശത്രുവിൻ്റെ അസുരപുത്രനായ പ്രഹ്ലാദനക്ക് ഭഗവാന്റെ പ്രേമം തോന്നി. ഭഗവാന്റെ അടുത്തിരുന്നവർക്ക് സനകാദികൾക്ക് അപരാധം ചെയ്തുകൊണ്ട് ഭഗവാനോട് വിരോധം ചെയ്യാൻ തോന്നും. അപ്പോൾ സത്സംഗം കൊണ്ടാണ് നമുക്ക് ഇത് വാസനകളൊക്കെ ഇങ്ങനെ വരാൻ കാരണം. അതുകൊണ്ട് സാധുക്കളുടെ അപരാധം ചെയ്താൽ ഇങ്ങനെ ദുഷ്ടവാസനയും സാധുക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ നല്ല വാസനയും ഉണ്ടാകും. ഇതെൻ്റെ സപ്തമസ്കന്ധത്തിൻ്റെ താല്പര്യം. പരീക്ഷിത്ത് ചോദിക്കുന്നു, സമപ്രിയ സുഹൃത് ബ്രഹ്മണ് ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധി വിഷമോ യഥാ. ഭഗവാൻ എല്ലാവർക്കും സമനാണ്, എല്ലാവർക്കും പ്രിയൻ, എല്ലാവർക്കും സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ കഥ നോക്കുമ്പോൾ അങ്ങനെയില്ലേ. ദേവന്മാരെ സഹായിക്കുന്നു, അസുരന്മാരെ വധിക്കുന്നു. അപ്പോൾ ഭഗവാനക്ക് ദേവന്മാരോടൊരു പ്രിയവും അസുരന്മാരോട് ദേഷ്യവും തോന്നുന്നുണ്ടല്ലോ. പക്ഷെ പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ സമൻ എന്ന് പറയുന്നേ ഉള്ളൂ ഭഗവാൻ. ഇത് ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം? സാധാരണ രീതിയിൽ ഇവൻ പണക്കാരൻ, ഇവൻ ഭിക്ഷക്കാരൻ, ഇവൻ പഠിച്ച ആൾ, ഇവൻ പഠിക്കാത്ത ആൾ, ഇവൻ ബലമുള്ളവൻ, ഇവൻ ബലമില്ലാത്തവൻ, പിന്നെ ഭേദമില്ലാതെ ഭഗവാൻ ചിലപ്പോൾ ഭേദം പോലെ കാണുന്നു കഥയിൽ. എന്താ കാരണം ചോദിച്ചപ്പോഴാണ് സുഖാചാര്യൻ പറയുന്നു, സാധുപൃഷ്ടം മഹാരാജ. നല്ല ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ പറയും നല്ല ചോദ്യം പറയും. ഉത്തരം അറിയാത്തവർക്ക് പറയും വെറുതെ ഇങ്ങനെ ചോദിക്കരുതെന്ന് ചൂണ്ടിയെടുക്കും. എന്താ കാരണം? അവർക്ക് അതിൻ്റെ ഉത്തരം അറിയത്തില്ലേ, അതാണ് കാരണം. ഇവിടെ ശുഖാചാര്യൻ പറഞ്ഞു സാധുപൃഷ്ടം, നല്ല ചോദ്യമാണ്. കാലം അനുസരിച്ചിട്ടേ ഭഗവാൻ എല്ലാം ചെയ്യുള്ളൂ. ഓരോരോ കാലം ഉണ്ടല്ലോ, സത്വകാലം, രജോ കാലം,
ഗുണമുണ്ടല്ലോ. ജയകാലേതു സത്വസ്യ ദേവർഷീൻ രജസോസുരാണ്. സത്വം ഉണ്ടാകുന്ന കാലത്തിൽ ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും അനുഗ്രഹിക്കും. രജോ ഗുണകാലത്ത് അസുരന്മാരെയും ഭഗവാൻ അനുഗ്രഹിക്കും. രജസോസുരാണ്. തമസ് ഉള്ള കാലത്ത് യക്ഷരക്ഷന്മാരെയും അനുഗ്രഹിക്കും. തത് തമസോ യക്ഷരക്ഷാംസി തത് കാലാനുഗുണോ ഭജത്. അതിൻ്റെ കാലമനുസരിച്ചിട്ടേ ഭഗവാൻ ചെയ്യുള്ളൂ. ചിലപ്പോൾ ദുഷ്ടന്മാർ നന്നായി വരും, കുറച്ച് കഴിയുമ്പോൾ അവർ സാധുക്കൾ നന്നായി വരും. അതിൻ്റെ കാലമനുസരിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ കാലമനുസരിച്ചേ ചെയ്യുള്ളൂ പറഞ്ഞാൽ പിന്നെ ഭഗവാനേക്കാൾ കാലമല്ലേ ശ്രേഷ്ഠം. പിന്നെ ഇതിനെ ഭഗവാനെ പൂജിക്കണം, കാലത്തിനെ പൂജിച്ചാൽ പോലെ പറ്റില്ലേ. എന്താ കാരണം ആ കാലം ഭഗവാന്റെ കയ്യിൽ ചക്രമായി വർത്തിക്കുന്നു. ഭഗവാൻ വേണമെങ്കിൽ ചക്രം ഇങ്ങനെയും തിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയും മാറ്റി തിരിക്കാറുണ്ട്. അത് ചില സമയത്ത് മാത്രമേ ഇങ്ങനെ മാറ്റി തിരിക്കുള്ളൂ. സാധാരണത്തിൽ കാലം അനുസരിച്ചിട്ടേ ഭഗവാൻ ചെയ്യുള്ളൂ. ഭഗവാർക്ക് ഭേദമില്ലാൻ പല കഥകളിൽ നമുക്ക് ഉദാഹരണം കാണാം. ദുര്യോധനൻ ഭഗവാൻ ദൂതനായി വന്ന സമയത്ത് ഭഗവാനെ അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് 1000 പോലീസിനെ നിർത്തി വെച്ചിരുന്നു. ഭഗവാൻക്ക് ഒരു ആസനം കൂടി ഇട്ട് വെച്ചിരുന്നു. എന്താ, അതിലിരുന്നാൽ അത് പാതാളത്തിൽ ചെല്ലും. ഹൗസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ഇപ്പോൾ ദുര്യോധനൻ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ട് ദ്വാരകയ്ക്ക്. എന്തിനാ? യുദ്ധത്തിന് സഹായം നേടാം. ഭഗവാൻ എന്ത് ചെയ്യണം? 2 ആളെ വിളിച്ച് ദുര്യോധനനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ യുദ്ധത്തിന് കുഴപ്പക്കാരൻ ദുര്യോധനനാണ്, പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ദുര്യോധനൻ വന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങിയതുപോലെ നടിക്കുന്നു, കള്ള ഉറക്കം. എന്താ കാരണം? അർജുനൻ കൂടി വന്നോട്ടെ വിചാരിച്ച് ഭഗവാൻ കിടക്കുന്ന സമയത്താണ് ദുര്യോധനൻ ഭഗവാന്റെ കാലെടുത്ത് വന്നപ്പോൾ, ഇവൻ യാദവനാണ്, ഇവൻ്റെ കാലെടുത്ത് ഞാനിരിക്കണം, ഞാൻ വലിയ ആളല്ലേ, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ദുര്യോധനൻ അപ്പുറം പോയി തോന്നും. അങ്ങനെ അവിടെ പോയി ഭഗവാന്റെ തലവശത്ത് പോയിരുന്നു. പിന്നെ അർജുനൻ വന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അർജുനർക്ക് സന്തോഷമായി. എന്നാലും കാൽവശത്തുള്ള സീറ്റുണ്ട്. 2 വശത്ത് ഭഗവാൻ ആസനം വച്ചിരുന്നു. കാൽവശത്തൂർ ആസനം, തലവശത്തൂർ. കാൽവശത്തുള്ള ആസനത്തിൽ നിന്ന് ഭഗവാന്റെ പാദവും നോക്കിക്കൊണ്ടിരുന്നു അർജുനൻ. ഭഗവാൻ പതുക്കെ എഴുന്നേറ്റു. അർജുനൻ കണ്ടപ്പോൾ, അർജുന വരൂ വരൂ, എന്താ വേണം? അവൾ പിന്നിൽ നിന്ന് ദുര്യോധനൻ, ഞാനാണ് ആദ്യം വന്ന ആൾ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നീ ആദ്യം വന്നിട്ടുണ്ടാവാം, പക്ഷേ ആദ്യം നോക്കിയത് അർജുനനെയാണ്. അതുകൊണ്ട് അർജുനനോട് എന്തെങ്കിലും ചോദിച്ചിട്ടേ എന്നോട് പറയുള്ളൂ. ഇല്ല, അങ്ങനെ പാടില്ല. ഭഗവാൻ സത്യം പറഞ്ഞു, ഒരു ആൾക്ക് എൻ്റെ സൈന്യം മുഴുവനും ഞാൻ തന്നേക്കാം, വേറെ ആൾക്ക് ഞാൻ വെറുതെ ഒരു നോക്കാനാറല്ലേ. ഉത്സവത്തിൽ ചില ആളുകൾ കൈകരിക്കും, ഇല്ലെങ്കിൽ ഇസ് ബസാറിലെ മുസാഫിർ ക്യാ ക്യാ തമാശ ദേഖ് രഹാ. ബാസാറിൽ, മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ലാഭം നഷ്ടം ഉണ്ടാവാം. വെറുതെ നോക്കാൻ വന്നവർക്ക് ഒരു ലാഭവും ഇല്ല, നഷ്ടവുമില്ല. അതുപോലെ ഞാൻ യുദ്ധം നോക്കാനേ വരുള്ളൂ, ഞാൻ ആയുധം എടുത്തില്ല. അങ്ങനെ വെറുതെ ഞാൻ വരും, ആർക്ക് എന്താണ് വേണം? ഉടനെ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ സൈന്യം മുഴുവൻ കൊടുത്തോളൂ, നീ വേണ്ടേ വേണ്ട. ഭഗവാൻ തൻ്റെ നാരായണ സൈന്യം മുഴുവനും കൊടുത്തു. പിന്നെ അർജുനനോട് പറഞ്ഞു, ദുര്യോധനൻ പെട്ടെന്ന് ചോദിച്ചില്ലേ, അങ്ങനെ ചോദിക്കേണ്ടേ? അപ്പോഴാണ് അർജുനൻ പറഞ്ഞു, എനിക്ക് എന്തിനാ സൈന്യം, ഞാൻ വലിയ വീരനല്ലേ, കണ്ണ നീ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി. കാരണം നീ ദുര്യോധനക്ക് സൈന്യം കൊടുക്കുമ്പോൾ തന്നെ നശിക്കട്ടെ വിചാരിച്ച് കൊടുത്താൽ സൈന്യം കൊടുത്തിട്ട് കാര്യമില്ലേ. വെറുതെ വന്നാലും എൻ്റെ അടുത്ത് വന്ന് നന്നാവണം മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ നന്നാവും. അപ്പോൾ എൻ്റെ ഒപ്പം നീ വന്നാൽ മതി. ഇവിടെയാണ് ഭഗവാന്റെ സമഭാവന, സമപ്രിയ. തന്നെ അറസ്റ്റ് ചെയ്ത ദുര്യോധനനെ അറസ്റ്റ് ചെയ്യാതെ അവനക്കും സഹായം ചെയ്തു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ഭഗവാൻ കാലം അനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ പറഞ്ഞപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഒരു കഥ ഇവിടെ പറയുന്നു ശുകാചാര്യൻ. ഇതേപോലെ ഭഗവാൻ ജാതിഭേദം നോക്കാറില്ലേ. ഒരു അസുരൻ്റെ മകനായ പ്രഹ്ലാദനെ ലാളിച്ച കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നു. രാജസൂയ സദസ്സിൽ വച്ച് നാരദൻ ധർമ്മപുത്രനെ പാടി കേൾപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രഹ്ലാദ ചരിത്രം അവതരിപ്പിക്കുന്നു. രാജസൂയ സദസ്സിൽ ആർക്കാണ് ആദ്യത്തെ പൂജ ചെയ്യണമെന്ന് സംശയം വന്നപ്പോൾ സഹദേവൻ പറഞ്ഞു, അർഹതി ഹ്യച്യുത ശ്രേഷ്ഠ്യം, ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചാൽ മതി, എല്ലാവരെയും പൂജിച്ചതിൻ്റെ ഗുണം ഫലം കിട്ടും പറഞ്ഞപ്പോൾ
ധർമ്മപുത്രൻ ഭഗവാനെ പൂജിച്ച് ആ വെള്ളം എല്ലാവർക്കും തെളിച്ചു. അത് ശിശുപാണ്ഡെ ശേഷിലാണ് വീണത്. ശിശുപാണ്ഡക്ക് ഓർമ്മ വന്നു, എന്താ ഈ തീർത്ഥം ആദ്യം വാങ്ങേണ്ട ആളാണ്. ഏത് വിഷ്ണു ക്ഷേത്രത്തിലും പൂജ കഴിഞ്ഞ തീർത്ഥം ആർക്കാണ്? ജയായ നമഃ, വിജയായ നമഃ. ജയവിജയന്മാർക്കാണ് ആദ്യം തീർത്ഥം, പിന്നെയാണ് എല്ലാവർക്കും. തീർത്ഥം ആദ്യം വാങ്ങേണ്ട ആൾ അവസാനത്തെ ആളായി പോയല്ലോ വിചാരിച്ചു. വീണ്ടും ആ സ്ഥാനത്തിലെത്തേണ്ടേ? ഇവിടെ ശുദ്ധി എടുത്താലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവൻ്റെ ജന്മം. അപ്പോൾ ശിശുപാലൻ ഭഗവാനെ 100 നിന്ദ ചെയ്തു. കാരണം ഭഗവാൻ ശിശുപാലൻ്റെ അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 100 അപരാധം ക്ഷമിച്ചോളാം. അങ്ങനെ 100 അപരാധം ക്ഷമിച്ചിരുന്ന ഭഗവാൻ തൻ്റെ തൃക്കൈ ഉയർത്തിയപ്പോൾ ചക്രം വന്നു. ചക്രം കൊണ്ട് ശിശുപാലൻ്റെ കഴുത്ത് കൊയ്തു. എന്താ അത്ഭുതം! കഴുത്ത് വെട്ടിയപ്പോൾ ഒരു തുളി രക്തം അവിടെ വന്നില്ല. ഒരു ജ്യോതിയാണ് അവിടെ പുറപ്പെട്ടു. ഒരു ജ്യോതി രൂപമായി മാറി ഭഗവാന്റെ പാദത്തിൽ ഐക്യമായി. അപ്പോഴാണ് ധർമ്മപുത്രനക്ക് അത്ഭുതമായി. അഹോ അത്യദ്ഭുതം ഹേതത് ദുർലഭ ഏകാന്തിനാമപി. യുധിഷ്ഠിരൻ ചോദിക്കുന്നു, അഹോ അത്യദ്ഭുതം. ഭഗവാനെ പൂജിക്കുന്നവർക്ക് പോലും ഇങ്ങനെ നേരിട്ട് മുക്തി കിട്ടാറില്ലല്ലോ. ഭഗവാനെ നിന്ദിച്ച ഈ ശിശുപാലർക്ക് എങ്ങനെ മുക്തി കിട്ടി? മാത്രമല്ല, ദമഘോഷസ്തപ്പാപ ആരഭ്യ കളഭാഷണാത്. ഈ ശിശുപാലൻ വാക്ക് തുടങ്ങുന്നത് കണ്ണൻ കള്ളൻ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ണൻ കള്ളൻ, കള്ളൻ കണ്ണൻ ദുഷ്ടൻ ഇങ്ങനെയൊക്കെ ചീത്ത പറയാറുണ്ട്. കണ്ണൻ കണ്ണൻ പറയുമ്പോൾ ഭഗവാൻ ദുഷ്ടൻ കള്ളൻ അതൊക്കെ ചെയ്തില്ല. കണ്ണൻ കണ്ണൻ എത്ര 100 പ്രാവശ്യം എൻ്റെ നാമം ജപിച്ചല്ലേ വിചാരിച്ചു ഭഗവാൻ. ശരിക്കും ഇങ്ങനെ ഭഗവാൻ നിന്ദിച്ച ആൾക്ക് എന്താ ഉണ്ടാവേണ്ടത്? ശ്വിത്രോ നജാത്തോ ജിഹ്വായാം എന്നാണ് പറയുന്നത്. ശ്വിത്രം എന്താ? വായിൽ ക്യാൻസർ വന്ന് മരിക്കേണ്ട ആളാണ്. തൊണ്ടയിൽ ഭഗവാൻ നിന്ദിച്ച ആളല്ലേ, ക്യാൻസർ വന്ന് മരിക്കേണ്ട ആൾ ഇങ്ങനെ ഭഗവാനെ പ്രാപിക്കാൻ എന്താ കാരണം? അപ്പോഴാണ് നാരദൻ പറഞ്ഞു, നിന്ദന സ്തവ ഞെക്കാര സത്കാരം ഞെക്കാരം. നിന്ദനമോ സ്തവമോ സത്കാരമോ ഇതൊക്കെ മനസ്സിൻ്റെ പ്രാധാന്യത്തിലാണ്. ഭഗവാനെ നിന്ദ ചെയ്യുമ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു. ചില ആളുകൾ ഭഗവാനെ പൂജിക്കുമ്പോഴും ഭഗവാനെ ധ്യാനിക്കാറില്ല, വേറെ എവിടെയോ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഒരു പണ്ഡിതൻ പൂജ ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാനെ പൂജിക്കുമ്പോൾ ഇന്നലെ ചെരുപ്പുകാരൻ്റെ കയ്യിൽ എൻ്റെ ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്, ഇയാൾ ഇന്ന് കൊണ്ടു തന്നല്ലോ വിചാരിച്ച് പൂജ ചെയ്യുമ്പോഴാണ് അവിടെ അടുത്ത വീട്ടുകാരൻ ചോദിച്ചു, ഭർത്താവ് ഇവിടെ ഉണ്ടോ ചോദിച്ചപ്പോൾ ഭർത്താവ് ചെരുപ്പ് കടയ്ക്ക് പോയിട്ടുണ്ട് പറഞ്ഞു ഭാര്യ. കാരണം അടുത്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഭഗവാന്റെ അടുത്ത് ഉണ്ടായിട്ടും മനസ്സ് ചെരുപ്പ് കടയിൽ പോയത് കൊണ്ട് എന്തായി? അവിടെയാണ് അയാൾ സ്ഥിതി ചെയ്യുന്നത്. ചില ആളുകൾ ഇവിടെ ഇരുന്നാലും ചിലപ്പോൾ വീട്ടിലേക്ക് പോകും. വീട്ടിലിരിക്കുന്ന ആൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇവിടെയായി പോകും. അപ്പോൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇവിടെ ശിശുപാലൻ ഭഗവാൻ നിന്ദ ചെയ്താലും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് അവൻ്റെ നിയമവും കൂടിയായി. ഇതാ കാരണം സനകാദികളുടെ ശാപമേറ്റ് ജയനാണ് ഇവിടെ ശിശുപാലനായി ജനിച്ചിരിക്കുന്നു. കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തീശ്വരേ മനഃ ആവേശ്യ തദഘം ഹിത്വാ ഭഗവസ്തദ്ഗതിം ഗതാഃ. കാമക്രോധം ലോഭം ഇതൊക്കെ ദുഷിച്ച സ്വഭാവങ്ങളാണ്. പക്ഷേ അത് ഭഗവാന്റെ അടുത്ത് ചെയ്യുമ്പോൾ അതും നല്ലതായി മാറും. കാമക്രോധാഭിമാനാദികം തസ്മിന്നേവ കരണീയം എന്നാണ് നാരദൻ്റെ ഭക്തിസൂത്രത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ നമ്മൾ കാശിയിൽ കുളിക്കാൻ പോകുമ്പോൾ റോട്ടിൽ ചളിവെള്ളമൊക്കെ ഓടും. അതിൽ നമ്മൾ കാല് ചവിട്ടാറില്ല. അതേ ചളിവെള്ളം എന്താവും? ഗംഗയിൽ വീഴും. ഗംഗയിൽ വീണാൽ എന്താവും? ആ ചളിവെള്ളവും ഗംഗയായി മാറും. അവിടെ എല്ലാം കുളിക്കും, ഹരിഹരി ഗംഗയിൽ. അതുപോലെ കാമക്രോധങ്ങളൊക്കെ ചളിവെള്ളം പോലെ ആയാലും അത് ഭഗവാന്റെ അടുത്ത് ചെയ്യുമ്പോൾ അതും ഗംഗ പോലെ ശുദ്ധമായി തീരും പറഞ്ഞുകൊണ്ടാണ് ശിശുപാലൻ്റെ പൂർവജന്മ കഥ ഇവിടെ അവതരിപ്പിക്കുന്നു. ഏകദാ ബ്രഹ്മണപുത്രാഃ വിഷ്ണോർലോകം യദൃച്ഛയാ സനന്ദനാദയോ ജഗ്മുഃ ചരന്തോ ഭുവനത്രയം. പണ്ടൊരിക്കൽ സനകാദി യോഗീശ്വരന്മാർ ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ ജയവിജയന്മാർ പറഞ്ഞു. അപ്പോൾ അവരെ ശപിച്ചു, 3 ജന്മം നിങ്ങൾ അസുരന്മാരായി ജനിക്കണം. ശപിച്ചപ്പോൾ ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യേശുവായും, പിന്നെ രാവണൻ കുംഭകർണനായും, 3ാമത്തെ ജന്മത്തിൽ ഇപ്പോൾ ശിശുപാലൻ നന്ദഭക്തനായി ജനിച്ചിരിക്കുന്നു. ഇവൻ പൂർവ്വജന്മത്തിൽ അനുജനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു കേട്ടപ്പോൾ
പ്രതിജ്ഞ ചെയ്തു. ഭ്രാതൃയേവം വിനിഹതേ ഹരിണാക്രൂഢമൂർത്തിന. ആ വിഷ്ണു പന്നിരൂപം സ്വീകരിച്ച് എൻ്റെ അണുജനെ വധിച്ചു. അതിനെ പകവീടാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ഈ ശൂളം കൊണ്ട് വിഷ്ണുവിൻ്റെ മാരെടുത്ത് കുത്തി കീറി ആ രക്തം എടുത്ത് എൻ്റെ അണുജനെ ഞാൻ തർപ്പിക്കും. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു. മത്സൂലഭിന്നഗ്രീവസ്യ ഭൂരിന രുധിരേന വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥഃ. എൻ്റെ അണുജനക്ക് രുധിരം വളരെ ഇഷ്ടം, രക്തം ഇഷ്ടമാണ്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ രക്തം എടുത്ത് എൻ്റെ അണുജനെ ഞാൻ തർപ്പിക്കും. ഇതാണ് ചില ആളുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ശ്രാദ്ധം അച്ഛനൊക്കെ നമ്മളൊക്കെ ശ്രാദ്ധം ആ പിതൃകർമ്മം ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ട്. അച്ഛനക്ക് പടവലം കഷ്ണങ്ങൾ അത് കൊടുക്കും. അങ്ങനെ അച്ഛനക്ക് എന്തൊക്കെ ഇഷ്ടം അതൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷേ അച്ഛനക്ക് ഇഷ്ടം പറഞ്ഞിട്ട് വേണ്ടാത്ത സാധനമൊക്കെ വാങ്ങി കൊടുക്കാൻ പാടില്ല. ഇവിടെ പിന്നെ അതുപോലെ ചെയ്തു. രുധിരപ്രിയനായ എൻ്റെ അണുജനക്ക് രുധിരം കൊണ്ട് തന്നെ തർപ്പിക്കും എന്ന് പറഞ്ഞ് ആ വിഷ്ണുവിനെ കൊല്ലണമെങ്കിൽ കരബലം പോരാ, വരബലം കൂടി വേണം വിചാരിച്ച് ഘോരമായ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രന്തേ തപസ്സിദ്ധോസി കാശ്യപ. ഉത്തിഷ്ഠ ബ്രഹ്മകൃത ഹിരണ്യകശിപു സുപ്രഭാതം എനിക്ക് പറയേണ്ടി വരും. ഉത്തിഷ്ഠോത്തിഷ്ഠ 2 പ്രാവശ്യം പറഞ്ഞിട്ട് എഴുന്നേറ്റില്ലേ. ഭദ്രന്തേ നിനക്ക് നന്മ വരട്ടെ. അപ്പോഴും എഴുന്നേറ്റില്ലേ. തപസ്സിദ്ധോസി നിൻ്റെ തപസ് സിദ്ധിയായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കണ്ണു തുറക്കണില്ലേ ഹിരണ്യകശിപു. എന്താ കാരണം? അടുത്തുള്ള വേറെ ആരെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവ് പറയുന്നു, കശ്യപൻ്റെ പുത്രനെ നിൻ്റെ തപസ്സിദ്ധിയായി. ഇപ്പം നിങ്ങൾ വന്നിട്ട് എനിക്കെന്താ പ്രയോജനം? വരദോഹം അനുപ്രാപ്ത. ഞാൻ വരദനായി വന്നിരിക്കുന്നു, വേണ്ട വരം ചോദിച്ചോളൂ. വ്രിയതാം ഈപ്സിതോ വരഹ. ഇത് പറഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപു ചോദിക്കുന്നു, എനിക്ക് മരണം പാടില്ലേ? ബ്രഹ്മാവ് പറഞ്ഞു, അത് എന്നെ കൊണ്ട് കൊടുക്കാൻ വയ്യ. എന്താ കാരണം? ഞാൻ തന്നെ ഒരു ദിവസം വയ്ക്കും, പിന്നെ ഞാൻ എങ്ങനെ വരം കൊടുക്കും? അപ്പോൾ മരണ വഴിയൊക്കെ തടയാൻ തീരുമാനിച്ച് മുകളിൽ മരണം പാടില്ല, താഴെ പാടില്ല, ഉള്ളിൽ പാടില്ല, പുറത്ത് പാടില്ല, പകലിൽ പാടില്ല, രാത്രി പാടില്ല, ജീവിതമുള്ള സാധനം കൊണ്ടും ജീവിതമില്ലാ സാധനം കൊണ്ടും മരണം പാടില്ല, നിങ്ങളുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരാളെ കൊണ്ട് എനിക്ക് മരണം പാടില്ല. നരമൃഗാദ്യ അനിധനം എന്നൊക്കെ വരം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് തഥാസ്തു പറഞ്ഞു. പിന്നെ പോയി. പിന്നെ ഹിരണ്യകശിപു നേരെ ദേവലോകത്തിൽ ചെന്ന് ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, വായു എല്ലാ ദിക്പാലകന്മാരെയും ഓരോരു തൂണിൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്ദ്രൻ്റെ കാര്യം, വരുണൻ്റെ കാര്യം, വായുവിൻ്റെ കാര്യം എല്ലാം സ്വയം ഏറ്റെടുത്തു. ആ ദേവന്മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നാമജപം ചെയ്യണം. എന്താ നാമജപം? രാമ രാമ പാഹിമായില്ലേ, ഹിരണ്യകശിപോ പാഹിമാം, ഹിരണ്യകശിപോ രക്ഷമാം. അതാണ് നാമജപം ദേവന്മാർക്ക്. അഖണ്ഡ നാമജപം രാവിലെ 6 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെ. അങ്ങനെ എല്ലാ ദേവന്മാരും കൈ താഴെ വയ്ക്കാനും പാടില്ലേ, ഇങ്ങനെ വയ്ക്കാവും. ഇങ്ങനെ താഴെ ഇറക്കിയാൽ തള്ളാൻ 2 വടി വെച്ച് അസുരന്മാരുണ്ടാവും അടുത്ത്. അങ്ങനെ കൈ കൂപ്പി ഹിരണ്യകശിപോ പാഹിമാം, ഹിരണ്യകശിപോ രക്ഷമാം ഇരുന്ന് ഇങ്ങനെ നിന്ന് അഭ്യാസമായ ദേവന്മാർ വീട്ടിൽ പോയാലും ഭാര്യയുടെ മുന്നിലും ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കണം. ഈ സമയത്താണ് നാരദൻ അവിടെ വന്നു. നാരദൻ വന്നപ്പോൾ നാരദൻ്റെ വീണയെ കണ്ടപ്പോൾ ഇതെന്താണ്, ഗതയാണോ ചോദിച്ചു. ഇത് ഗതയില്ല, വീണയാണ്. ഒരു പാട്ട് പാടാവോ? ഉടനെ നാരദൻ വീണയിൽ ഒരു പാട്ട് പാടി. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ
ജയ ഗോപാല ഹരേ. നാരദൻ ഒരു പാട്ട് പാടിയപ്പോൾ ഹിരണ്യകശിപു വളരെ സന്തോഷമായി, ആസ്വദിച്ച് കേട്ടു. ഇതാ കാരണം ജയവിജയനായിരിക്കുമ്പോൾ നിറച്ച് കേട്ടതല്ലേ. ഞാൻ നാരദനോട് പറഞ്ഞു, എല്ലാ ദിവസവും 1 മണിക്കൂർ വൈകുന്നേരം 5 to 6 സന്ധ്യാനാമജം ഇവിടെ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ നാരദന് 1 മണിക്കൂർ നിന്ന് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള തൂണിൽ നിന്ന് ചാരി ഇരുന്ന് പാടാൻ തുടങ്ങി. അങ്ങനെ നാരദൻ ചാരി നിന്ന് പാടി പാടി അങ്ങനെ ചൈതന്യം കയറിയതാണ് നരസിംഹൻ വരാൻ പോകുന്ന തൂൺ. നരസിംഹൻ വരണ്ടേ, അതിനൊരു ചൈതന്യം ഈ നാരദൻ കൊടുത്തു തോന്നും. അങ്ങനെ ഹിരണ്യകശിപൻ എല്ലാ ദിവസവും ഒരേ പാട്ട് പാടണമെന്ന് വിചാരിച്ച് അടുത്ത ദിവസം വേറെ പാട്ട് പാടാൻ തീരുമാനിച്ചു. യമുന തീരവിക അങ്ങനെ തുടങ്ങുമ്പോൾ വേണ്ട പഴയ പാട്ട് തന്നെ പാടിയാൽ മതി. അപ്പം നാരദന് വളരെ സന്തോഷമായി. ഈ സമയത്ത് ദേവന്മാരൊക്കെ എന്ത് ചെയ്തു, നേരെ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, മാഭീഷ്ട വിബുധശ്രേഷ്ഠാഃ സർവേഷാം ഭദ്രമസ്തുവഃ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ. എന്നെ കാണാൻ വന്നാൽ തന്നെ മതി. മദ്ദർശനം ഹി ഭൂതാനാം സർവശ്രീരൂപപത്തയേ. ഗുരുവായൂരപ്പണ കാരണം ക്ഷേത്രത്തിൽ അമ്മയെ വന്ന് തൊഴണം തോന്നിയാൽ എന്താർത്ഥം, നമുക്ക് നന്മ വരാൻ പോകുന്നു. വേറെ ജില്ലയ്ക്ക് പോയാൽ എന്താർത്ഥം, നമുക്ക് നന്മ വരാൻ പോകുന്നില്ലേ. സന്ധ്യാസമയത്ത് വേറെ ഷാപ്പിൽ പോയാൽ അത് നമുക്ക് തിന്മ തന്നെ ആയാലും പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ഷേത്രത്തിൽ നിന്ന് അമ്മയെ തോന്നിയാൽ അത് ഭാഗ്യം തന്നെയാണ്. മദ്ദർശനം ഹി ഭൂതാനാം സർവശ്രേയോപപത്തയേ ജ്ഞാതമേകസ്യ ദൗരാത്മ്യം. ഭഗവാന്റെ അടുത്ത് നമ്മുടെ പ്രാബ്ലം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. പാട്ട് പാടാറുണ്ടല്ലോ. എല്ലാം അറിയുന്ന ഭഗവാനുണ്ട്. എൻ്റെ നക്ഷത്രം, പേര്, ഇതൊക്കെ എന്തൊക്കെ വേണം, ഇത് സമ്പ്രദായമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് സീറ്റ്. ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിന്നെ ഈ നക്ഷത്രത്തിൽ ജനിപ്പിച്ച ആളാണ് അയാൾ. അവൻ്റെ അടുത്തത് ഞാൻ ഈ നക്ഷത്രമാണ്, ഇത് തന്നെ നക്ഷത്രം, എൻ്റെ പേര് ഇതാണ്, എനിക്ക് വേണ്ടത് എന്താണ്. ശരിക്കും ഒരു കുട്ടിയേക്കാൾ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് എന്താണ് ആവശ്യം അവർക്കറിയാം. കുട്ടിക്ക് എന്താണ് ആവശ്യം കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഗുരുവായൂരപ്പനക്ക് നമുക്ക് എന്താണ് കൊടുക്കണം അറിയാം. അത് നമ്മളെ ഒരു അജ്ഞാനം കൊണ്ട് നമ്മൾ ഇങ്ങനൊക്കെ സീറ്റ് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, കൊടുത്തോളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജ്ഞാതമേകസ്യ ദൗരാത്മ്യം. നിങ്ങൾ വന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ കാരണം, ഹിരണ്യകശിപു പേടിച്ചല്ലേ നിങ്ങൾ എന്തെങ്കിലും. ദൈത്യേയാപസദസ്യ ച തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവത് പ്രതീക്ഷത്തെ. ഹിരണ്യകശിപുവിനെ വധിക്കാം, അത് കുറച്ച് കാലം പ്രതീക്ഷിക്കണം. അവൻ്റെ കാലമല്ല, ഒരാൾ ജനിച്ച കാലം വരേണ്ടത് പോലെ തന്നെ മരിക്കുന്ന കാലം കൂടി വരും. ഹിരണ്യകശിപു മരിക്കുന്ന കാലം വരെ ഒന്ന് കാത്തിരുന്നോളൂ. അപ്പോഴാണ് ദേവന്മാർ പറഞ്ഞു, ഹിരണ്യകശിപു മരിക്കുന്ന കാലത്ത് മരിക്കും പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ വരണം, നേരെ പണിക്കരുടെ അടുത്ത് പോയാൽ മതി. ഹിരണ്യകശിപുവിൻ്റെ ജാതകം നോക്കി ഹിരണ്യകശിപു മരിക്കുന്ന കാലം നോക്കി പറയാമോ? അവിടെ പോയാൽ മോഹമായിരുന്നു. ഭഗവാന്റെ അടുത്ത് പറയാൻ എന്താ കാരണം, വേഗം അവനെ വധിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യഥാ ദേവേഷു വേദേഷു, ദേവന്മാരിലും വേദങ്ങളിലും പശുക്കളോടും ബ്രാഹ്മണന്മാരോടും ഭക്തന്മാരോടും ധർമ്മത്തിലും ആരാണ് ദ്വേഷം ചെയ്യുന്നുവോ അവർ വേഗം നശിക്കും. സവ ആശു വിനശ്യതി. ദേവന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നശിക്കുന്നില്ലല്ലോ. ചില ആളുകൾ അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. അത് കുറച്ച് പ്രതീക്ഷിക്കണം. ഭഗവാൻ പറഞ്ഞു, നല്ല ഒരു ഭക്തൻ വരാൻ പോകുന്നു. ആരാണ്? ഹിരണ്യകശിപുവിൻ്റെ മകനായി. ഹിരണ്യകശിപുക്ക് 4 കുട്ടികൾ ജനിക്കും. ക്രാതൻ, അണുക്രാതൻ, സംക്രാതൻ, പ്രഹ്ലാദൻ. അതിൽ 4ാമത്തെ ഉണ്ണിയായ പ്രഹ്ലാദനെ ഹിംസിക്കുമ്പോൾ ഞാൻ വരാം. പ്രഹ്ലാദൻ്റെ പെരുമ എന്താണ് അവിടെ പറയുന്നു? നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ കൃത്യേത് അനിഷ്യേപി വരോർജിതം. ആ പ്രഹ്ലാദനെ ഹിംസിക്കുന്ന സമയത്ത് ഞാൻ എത്താം. ആ പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ ഇവിടെ പറയുന്നു. ബ്രഹ്മണ്യശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയക. നല്ല ബ്രാഹ്മണ ഭക്തൻ, സത്യസന്ധൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്. ചെറിയ കുട്ടികൾ ഇന്ദ്രനെ നമുക്ക് തന്നെ പറ്റില്ലേ, പക്ഷേ ഇന്ദ്രിയങ്ങളെ ജയിച്ച മഹാത്മാവാണ്. പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ എടുത്തു പറയാൻ പറ്റില്ലേ പറയുന്നു. പിതൃവതി ദീനവത്സല ഗുരുഷു ഈശ്വര ജന്മണ
ഗുരുക്കളെ കാണുമ്പോൾ ഈശ്വര തുല്യമായി കാണും. പിതൃക്കളെ പോലെ ദീനന്മാരുടെ വാത്സല്യം കാണിക്കും. വലിയ ആൾക്കാരെ കാണുമ്പോൾ ദാസനായി അവരുടെ അടുത്തിരിക്കും. വേണ്ടപ്പെട്ട ആളിടത്തിൽ ഭ്രാതാക്കളെ പോലെ വഴിമാറും. ഇങ്ങനെയൊക്കെ പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അവൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിൽ നിർത്താൻ പറ്റില്ല. ഗുണീരളം അസംഖ്യയിൽ നിറച്ച ഗുണങ്ങളുള്ള ആളാണ്. അവൻ്റെ മാഹാത്മ്യം പറയാം. എപ്പോഴും ഭഗവാനെ ഓർത്ത് വാസുദേവ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ മതിഃ, എപ്പോഴും ആ ഭഗവാനെ ചിന്തിച്ചിരിക്കും. വാസുദേവ 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 കൃഷ്ണ വാസുദേവ 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 കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ വാസുദേവ 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 കൃഷ്ണ വാസുദേവ 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 കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ. ഇങ്ങനെ എപ്പോഴും വാസുദേവനെ ചിന്തിച്ചിരിക്കും. ഇടയ്ക്ക് കരയും. ഭഗവാന്റെ ദിവ്യ ദർശനം കിട്ടുമ്പോൾ സന്തോഷിക്കും. ഭഗവാൻ മറഞ്ഞാലോ കരയും. ക്വചിത് ദ്രുതതിവൈകുണ്ഠചിത്താശബലചേതന. അവൻ്റെ ഭക്തിയെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചു. ആ പ്രഹ്ലാദനെ ഹിംസിക്കുമ്പോൾ ഞാൻ വരാം, അതുവരെ കാത്തിരുന്നോളൂ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ദേവന്മാർക്ക് കാത്തിരിക്കുന്നു. പ്രഹ്ലാദൻ ജനിച്ച് 5 വയസ്സായപ്പോൾ പാഠശാലയിൽ കൊണ്ടാക്കി. പാഠശാലയിൽ ഉപാധ്യായന്മാർ പഠിപ്പിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥന ചൊല്ലേണ്ടേ? എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എന്താണ്? ഹിരണ്യായ നമഃ. അങ്ങനെ പ്രാർത്ഥന. ഹിരണ്യായ നമഃ പ്രാർത്ഥിക്കുമ്പോൾ പ്രഹ്ലാദൻ മാത്രം നാരായണായ നമഃ പറഞ്ഞു. ഹരിനാരായണായ നമഃ പറഞ്ഞപ്പോൾ ഉപാധ്യായന്മാർ പറഞ്ഞു ഇതൊക്കെ പഴയ സിലബസാണ്, അതൊക്കെ മാറ്റി. പഴയ സിലബസ് എന്താണ്? ഹരിച്ചുവടി എന്നാണ് അതിൻ്റെ പേര്. ഹരിച്ചുവടി പറഞ്ഞതിൻ്റെ അർത്ഥം ഹരിശ്രീ ഗണപതയേ നമഃ. ഹരി തുടങ്ങുന്നത് കൊണ്ടാണ് ഹരിച്ചുവടി പേര്. ഇപ്പോൾ അതൊക്കെ മാറ്റി. വരുന്ന കുട്ടികളെ പേടിപ്പിക്കുക ABCD എന്തൊക്കെ പറയും. അതൊക്കെ സിലബസ് മാറ്റിയത് ആദ്യം ഉള്ള കഥയൊക്കെ മാറ്റി എഴുതി. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഹിസ്റ്ററി ഇതൊന്നും ഒറിജിനൽ തന്നെ ഇല്ലേ. ഇതൊക്കെ വേറെ ആളുകൾ നമ്മുടെ രാജ്യം ഭരിച്ച കുറച്ച് ബ്രിട്ടീഷുകാരും മുഗളായന്മാരും അവർ എഴുതി വെച്ചതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ഹിസ്റ്ററി എത്ര മഹാത്മാക്കളോടെ ജീവിച്ച് ഇരുന്നിട്ടുണ്ട്, അവരുടെ കഥ കൊണ്ട് നമ്മൾ അറിയത്തില്ല. പോട്ടെ, ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹിരണ്യകശിപുവാണ്. ഇങ്ങനെ സിലബസൊക്കെ മാറ്റിയത്. ഇപ്പോൾ നാരായണ നമഃ പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ഉപാധ്യായന്മാർക്ക് അവർക്കും കുറേ കാലം നാരായണ നാമം ജപിച്ചിട്ട് ഉടനെ അവരെന്ത് ചെയ്തു? ഒരു സൂത്രപ്പണിയിൽ പ്രഹ്ലാദനക്ക് സ്പെഷ്യൽ ക്ലാസ്സെന്ന് പറഞ്ഞ് നിർത്തി. പ്രഹ്ലാദനോട് പറഞ്ഞു നാരായണ പറയരുത്, നാരായണ പറയരുത്. 108 പ്രാവശ്യം ഇവർ നാരായണ ജപിച്ചു. ഒരു ദിവസം അവധി ദിവസം ഞായറാഴ്ച വീട്ടിൽ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ പ്രഹ്ലാദനോട് ചോദിച്ചു ഹിരണ്യകശിപു, ഏകദാ അസുരരാട്പുത്രം അങ്കമാരോപ്യ പാണ്ഡവ പപ്രച്ഛ കഥ്യതാം വത്സ മന്യതേ സാധുയത് ഭവാൻ. ഈ പഠിച്ച പാഠത്തിൽ ഒരു നല്ല പാഠം പറഞ്ഞപ്പോഴാണ് പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, നാമം ജപിക്കാൻ പറ്റാതെ വീട് ഒരു പൊട്ടക്കിണർ പോലെയാണ്. തത് സാധുമന്യേ അസുരവര്യ ദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോ യത് ഹരിമാസ്തയേത്. നാമം ജപിക്കാൻ പറ്റാതെ വീട് ഒരു പൊട്ടക്കിണർ പോലെ ആണ്, അത് വിട്ട് കാട്ടിൽ പോയി ഭഗവാനെ ഭജിക്കണം. ഇത് പറഞ്ഞപ്പോൾ അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികളെന്താ പിച്ചുമ്പയും പറയും, അതുപോലെ പറയുന്നു വിചാരിച്ചു. അടുത്ത ദിവസം വീണ്ടും വന്നപ്പോഴാണ് വീണ്ടും അതേ ചോദ്യം. സ്വധീതം കിഞ്ചിതുത്തമം യത് അശിക്ഷത് ഗുരോർഭവാണ്. ഗുരുവിൽ നിന്ന് പഠിച്ച പാഠത്തിൽ നല്ല പാഠം പറയൂ. ഇങ്ങനെ ചോദിച്ചാൽ കൃത്യമായി പറയും വിചാരിച്ചാൽ ഗുരുവായിട്ട് ഇവരെ സണ്ടാവർത്തന്മാരെ വിചാരിച്ചിട്ടില്ലേ. നാരദൻ ഉപദേശിച്ച പാഠം തന്നെ വീണ്ടും തുടങ്ങി. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ആദ്യം ഭഗവാന്റെ കഥകൾ കേൾക്കണം. ശ്രവണഭക്തിയാണ് എളുപ്പം.
അപ്പോൾ കീർത്തനം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും പാടാൻ അറിയത്തില്ല. ശ്രവണം എല്ലാവർക്കും എളുപ്പമാണ്. ഇവിടെ ഇருந்து കാത് തുറക്കണമെന്ന് ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കണ്ണ് തുറന്ന് നോക്കണം, വായ തുറന്ന് കഴിക്കണം. ഇത് അങ്ങനെയല്ലേ, കാത് തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ കഥ കേട്ടാൽ മതി. ശ്രവണം കീർത്തനം വിഷ്ണു. പിന്നെ കേട്ട് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വാസുദേവ 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 കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കനേ വാസുദേവ കൃഷ്ണ എന്ന് എല്ലാ ദിവസവും പാടുക. അവസാന ദിവസം നമുക്കും പാടാൻ തോന്നും, വാസുദേവ വാ, നമ്മളും പാടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രവണം ചെയ്താലേ കീർത്തനം വരുള്ളൂ. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അങ്ങനെ 9 വിധമായ ഭക്തിയെ ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ ഈരണ്ടേസിക്ക് ദേഷ്യമുണ്ടായി. അസുരന്മാർ ഉപാധ്യായന്മാർ വിളിച്ച് ചോദിച്ചു, എന്താ പഠിപ്പിച്ചു നിങ്ങൾ? അവർ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ. പിന്നെ എവിടെ പഠിച്ചു? എവിടെ ജന്മാന്തരത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഉടനെ പ്രഹ്ലാദനോട് ചോദിച്ചു, ഇത് ആരാണ് പഠിപ്പിച്ചു? നച്ചേ ഗുരുമുഖീയന്തേ കുതോ ഭദ്രാ സതീമതി. അപ്പോൾ പറഞ്ഞു, ഇത് പഠിപ്പിച്ചാൽ വരുന്ന പാഠമില്ലേ, ജന്മണ ഉണ്ടാകേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറില്ല. ചില മഹാത്മാക്കൾക്ക്, ചില കുട്ടികൾക്ക് മാത്രമേ ജന്മണ ആ ഭക്തിവാസന ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു എൻ്റെ മകൻ വിചാരിക്കേണ്ട, വധം ചെയ്തോളൂ എന്ന് കൽപ്പിച്ചു. ഈ അസുരന്മാർക്ക് കൊലപാതകത്തിൽ PhD ചെയ്തവരാണ്. ഓരോരോ ആൾക്കാരും ഓരോ ശൂലം എടുത്ത് പ്രഹ്ലാദൻ്റെ ഓരോരോ അംഗത്തിലും ശൂലം കൊണ്ട് കുത്തി. പ്രഹ്ലാദം സർവമർമ്മസൂ സശൂളൈരാവിദ്ധസ്വമധിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈർദട്ടോപ്യണശനഗരാഹാരവിധുതഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നയ വിഭോ ത്വയിന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത് സശൂളൈരാവിദ്ധഃ. ശൂളം കൊണ്ട് കുത്തിയപ്പോൾ എന്തായി? ശബ്ദം കേട്ടു. എന്താ? ശൂളം മുറിഞ്ഞു. അവർക്ക് മുറിഞ്ഞ ശൂളം കാണിച്ചു ഹിരണ്യകശിപുവോട്. നിങ്ങളുടെ പ്രഹ്ലാദനെ കുത്തിയപ്പോൾ ശൂളം മുറിഞ്ഞു, എന്തോ ജപിക്കുന്നുണ്ട് അദ്ദേഹം. അത് എൻ്റെ മകനല്ലേ, അതാണ് എന്നെപ്പോലെ തന്നെ ബലം. അവിടെ ആണിയുടെ അടുത്ത് ഇട്ടോളൂ. ആണയെ കൊണ്ട് ചവിട്ടിപ്പിക്കുക പറഞ്ഞപ്പോൾ ആണയുടെ അടുത്തിട്ടപ്പോൾ ആണ എന്ത് ചെയ്തു? അവിടെ വന്നപ്പോൾ പ്രഹ്ലാദനെ സ്വന്തം ശിരസിൽ വെച്ച് ഇങ്ങനെ ഘോഷയാത്ര ആയി വന്നു, ഇറക്കി വിട്ടു. ചില ആണകൾ, മതം പൊട്ടിയ ആണകൾ കുത്താൻ വന്നപ്പോൾ അതിൻ്റെ ദന്തമൊക്കെ ഉടഞ്ഞ് വീണു. ശീർണ ദന്ത ഗജാനാം കുളിശാഗ്രൻ വിഷ്ണുപുരാണത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ ഭാഗവത്തിൽ ഒരു 3 ശ്ലോകത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വിഷ്ണുപുരാണത്തിൽ ഈ പ്രഹ്ലാദനെ എങ്ങനെയൊക്കെ ഹിംസിച്ചു വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ദന്ത ഗജാനാം കുളിശാഗ്രൻ ഇഷ്ടുരാഹ ശീർണ യഥേതേ നവളം മൈന്നത് ജനാർദ്ദനാണ് സ്മരണാണ് ഭാവ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. ആണയുടെ ദന്തപ്പോളും വീണല്ലോ, നീ എന്താ, നിൻ്റെ ബലം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ സ്മരിക്കുന്ന ബലമാണെന്ന് പറയുന്നു. പിന്നെ തീയിലിട്ടു. അങ്ങനെ തീയിലിട്ടപ്പോൾ എന്തായി? തീ ചില്ലിനായി, തണുപ്പായി മാറി. ഇത് ഭക്തന്മാരുടെ കഥയിൽ നമുക്ക് കാണാം. ഹനുമാന്റെ വാലിൽ തീ വെച്ചു രാവണൻ. അപ്പോൾ ഹനുമാനക്ക് തോന്നി, ഇതെന്താ ശിശിരസ്യവ സമ്പാദ, ഫ്രിഡ്ജിൽ വാൾ വെച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. നോക്കുമ്പോൾ അത്ഭുതം, തീ ചൂടില്ലേ മാത്രമില്ലേ, തീ ചില്ലിന് തണുപ്പായി കൂടി മാറുന്നു. ഇതാണ് ഭക്തന്മാരുടെ ആ നാമജപത്തിൻ്റെ മികമ. രാമനാമ ജപതാം കുതോഭയം സർവതാപ സമനൈക്യ ഭേഷിതം പശ്യതാതമ ഗാത്രസന്നിധോ പാവകോപി സലിലായതേ ധുന. പിന്നെ കടലിലിട്ടപ്പോൾ അവിടെ വരുണൻ പതുക്കെ പിടിച്ച് കരയിൽ കൊണ്ടാക്കി. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്തോ മന്ത്രം ജപിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ആ മന്ത്രം ജപിക്കാത്ത സമയത്തിൽ ഇയാൾ വീഴ്ത്തണം തീരുമാനിച്ച് മലയുടെ മുകളിൽ ഏറ്റവും കയറ്റത്ത് ഉച്ചിയിൽ കൊണ്ടുപോയി. അവിടെ നോക്ക് പ്രഹ്ലാദ, അവിടെ പൂൾ കണ്ടോ, ഇവിടെ പഴം കണ്ടോ, ഇവിടെ മരത്തിൽ ഈ പ്രകൃതി സൗന്ദര്യം കാണിക്കുന്ന രീതിയിൽ നാമം ജപിക്കാൻ പറ്റാത്ത സമയത്തിൽ കീഴെ പിടിച്ച് തള്ളാൻ തീരുമാനിച്ചിട്ട് അവിടെ ഇവിടെ പ്രകൃതി സൗന്ദര്യം കാണിച്ച് പെട്ടെന്ന് പ്രഹ്ലാദനെ വീഴ്ത്തിയപ്പോൾ പ്രഹ്ലാദൻ മാരിടം കെട്ടി ഇങ്ങനെ മലർന്ന് വീണു. നമ്മളൊക്കെ സാധാരണ വീഴുന്നവർ ഇങ്ങനെ കവിഞ്ഞേ വീഴുള്ളൂ. പ്രഹ്ലാദൻ മലർന്ന് വീഴാൻ എന്താ കാരണം?
എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടല്ലോ, ഭഗവാനൊക്കെ ഒരു സങ്കടം പാടില്ല വിചാരിച്ച് ഇങ്ങനെ മാരിടം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വളർന്നു വീഴും. നമ്മളൊക്കെ മലയിൽ നിന്ന് വീഴുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണേ പറയും. ഇവിടെ പ്രഹ്ലാദൻ ഭഗവാനെ രക്ഷിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ പ്രഹ്ലാദൻ വീഴുന്ന സമയത്ത് ഭൂമിദേവി പിടിച്ചു. നിന്നെപ്പോലെ അക്ഷ്ണോഫലം ത്വാദൃശ ദർശനം ഹി ജിത്വാഫലം ത്വാദൃശ കീർത്തനം ഹി തൻവാഫലം ത്വാദൃശ ഗാത്രസംഗഹ സുദുർലഭ ഭാഗവതാ ഹി ലോകേ. കണ്ണിൻ്റെ ഫലം സജ്ജനങ്ങളെ കാണുന്നതും നാവിൻ്റെ ഫലം സജ്ജനങ്ങളുടെ കഥകൾ പറയുന്നതും തന്വാഫലം ശരീരത്തിൻ്റെ ഫലം പ്രഹ്ലാദ നിന്നെപ്പോലെ ഭക്തന്മാരെ ആളിംഗനം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭൂമിദേവി രക്ഷപ്പെടുത്തി. ഇതൊക്കെ കേട്ടപ്പോൾ ഹിരണ്യകശിപുക്ക് പേടിയായി. എന്താ കാരണം? അച്ഛൻ ചെയ്യുന്ന പുണ്യം പകുതി മകണക്കും ഉണ്ടാവും പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ മേടിച്ചതാണ് വരം. മോലിൽ മരണം പാടില്ല, താഴെ പാടില്ല, ഉള്ളിൽ പാടില്ല, പുറത്ത് പാടില്ല, ഇതൊക്കെ ഞാനാണ് വരം മേടിച്ചിരിക്കുന്നത്. പക്ഷേ പ്രഹ്ലാദന് ഒരു ആപത്തും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പുണ്യം മുഴുവനും പ്രഹ്ലാദനക്ക് പോയോ എന്ന് ഹിരണ്യക്ക് പേടിയായി. അച്ഛൻ ചെയ്ത പുണ്യം മാത്രമല്ല, പാപവും കുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നാവണമെങ്കിൽ നമ്മൾ നേരായി ശുദ്ധായാലേ കുട്ടികൾ നന്നാവും. അതും കൂടി നമ്മളിവിടെ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഹിരണ്യകശിപു പേടിച്ചിരിക്കുമ്പോഴാണ് ഉപാധ്യായന്മാർ വീണ്ടും പാഠശാലയ്ക്ക് കൊണ്ടുപോയി. പാഠശാലയിൽ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ ചെറുപ്പത്തിൽ കളിച്ച് സമയം കളയുന്നു. കുറച്ച് പ്രായമായാൽ കുടുംബം നോക്കി സമയം കളയുന്നു. പിന്നെ പ്രായമായാൽ ചില ആളുകൾ പറയും, ഇപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി സപ്താഹം കേൾക്കേണ്ട ആവശ്യമില്ലേ, എല്ലാം റിട്ടയറായ ശേഷം ചെയ്താൽ മതി. റിട്ടയറായ ശേഷം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. റിട്ടയറായ ശേഷം ഒന്നും നോക്കാൻ തന്നെ പറ്റില്ല. റിട്ടയർമെൻറ്റ് എന്തിനാണ് കൊടുക്കുന്നു? കമ്പ്യൂട്ടറിൽ A തട്ടണമെങ്കിൽ B തട്ടുന്നു. ജോലി പറ്റില്ല, പോയിക്കോളൂ പറയുന്നു. ഈ ശരീരത്തിൽ ആരോഗ്യക്കുറവുള്ള സമയത്ത് ഭക്തി ചെയ്യണം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലേ. ശരീരം ആരോഗ്യമുള്ള സമയത്തെ ഭക്തി ചെയ്യണം. കുട്ടികളെ നാമം ജപിക്കൂ പറഞ്ഞ് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ കുട്ടികളും അവിടെ നാമം ജപിക്കുന്നു. നാരായണ 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 എല്ലാ കുട്ടികളും നാരായണ നാമം ജപിച്ചു. അവസാനം പള്ളിക്കൂടം ഭജനകൂടമായി. കുട്ടികളൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നു, നിനക്ക് ഈ പാഠം ആരാണ് പഠിപ്പിച്ചു? അപ്പോൾ പ്രഹ്ലാദൻ ഇവിടെയാണ് പറയുന്നത്. അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. എൻ്റെ അച്ഛൻ തപസ്സിന് ചെയ്ത് പോയ സമയത്ത് എൻ്റെ അമ്മയെ ഇന്ദ്രൻ കൊണ്ടുപോയി. ഗർഭവതിയായ സമയത്ത് അമ്മയുടെ വയറ്റിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് നാരദൻ ഇടയ്ക്ക് വന്നു, എന്താ ചെയ്യുന്നു ഇന്ദ്ര? ഈ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ ഈ കയ്യാസിൻ്റെ വയറ്റിൽ കിടക്കുന്നു. ഹിരണ്യകശിപുക്കാൾ കൂടുതൽ ദുഷ്ടനാമം ചിലപ്പോൾ ഇപ്പോൾ തന്നെ വധിച്ചേക്കാം. അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, ഈ കുട്ടി കൊണ്ടാണ് നിങ്ങൾക്ക് പോലും നന്മ കിട്ടാൻ പോകുന്നു, വിട്ടോളൂ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് നാരദൻ ഭാഗവതം ഉപദേശിച്ചു. അത് ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗർഭവതിയായ അമ്മമാർ ഭാഗവതം കേട്ടാൽ പ്രഹ്ലാദനെ പോലെ കുട്ടികൾ സന്തോഷമായിരിക്കും. പ്രഹ്ലാദൻ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രകൃഷ്ടേന ആഹ്ലാദ, എപ്പോഴും സന്തോഷത്തോട് ജീവിക്കുന്ന കുട്ടിയാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മേ അമ്മേ. എന്താ കാരണം? അമ്മ സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗർഭവതിയായ അമ്മ സീരിയൽ നോക്കിയാൽ കുട്ടികൾ കരയും. അപ്പോൾ കുട്ടികൾ സന്തോഷമായി ജീവിക്കണമെങ്കിൽ അത് അച്ഛനമ്മമാർ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭാഗവതം കേട്ടത് കൊണ്ടാണ് ഇത്ര ദുഃഖം വന്ന സമയത്തിലും പ്രഹ്ലാദൻ സന്തോഷത്തിൽ ജീവിക്കുന്നു. ഈ കഥ പറഞ്ഞ് കുട്ടികളെല്ലാവരും ചേർന്ന് നാമം ജപിക്കുന്ന സമയത്താണ് ചണ്ടാമക്കന്മാർ വേഗം ഹിരണ്യകശിപുവോട് വിഷയം അറിയിച്ചു. ഹിരണ്യകശിപു ഓടി വന്നു പ്രഹ്ലാദനോട് ചോദിക്കുന്നു, ക്രുദ്ധസ്യ യസ്യ കമ്പന്തെ ത്രയോ ലോകാഃ സഹേശ്വരാഃ തസ്യ മേ അഭീതവൻ മൂഢ ശാസനം കിം ബലോത്യഗാഃ. ക്രുദ്ധസ്യ യസ്യ കമ്പന്തെ. ഇവിടെ പ്രഹ്ലാദ ഹിരണ്യകശിപുരിയും ലേശം വളഞ്ഞാൽ തന്നെ ദേവന്മാർക്ക് കിടുകിടാ വിറയ്ക്കും. അങ്ങനെയുള്ള എന്നെ എതിർക്കാൻ നിനക്ക് ആരടാ ബലം?
ശാസനം കിം ബലോത്യഗാഹ, നിൻ്റെ ബലം ആരാണ് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ എനിക്ക് മാത്രമല്ലേ, ഈ ലോകത്തിലിരിക്കുന്ന സകലർക്കും ആ ഭഗവാനാണ് ബലം. ബലം മേ വൈകുണ്ഠ തവച്ച ജഗതാഞ്ചാഭിസബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത് ന കേവലം മേ ഭവതശ്ചരാചൻ സവൈ ബലം ബലിനാഞ്ചാ പരേഷാം. എല്ലാവർക്കും ആ നാരായണനാണ് ബലം. ആ നാരായണൻ എവിടെ, ആ വിഷ്ണു എവിടെ ചോദിക്കുന്നു. ചോദ്യം തന്നെ തെറ്റാണ്. വിഷ്ണു പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എല്ലായിടത്തിലും വ്യാപിച്ചിരിക്കുന്ന ആളാണ്. വിഷ്ണു എവിടെയോ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലാ ദിക്കിലും ഉണ്ട്, തൂണിലും ഉണ്ട്, തുരുമ്പിലും ഉണ്ട് പറഞ്ഞപ്പോഴാണ് പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചു, ഈ തൂണിലുണ്ടോ? കാരണം ആ തൂണ് ഹിരണ്യകശിപു നേരിട്ട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അവൻ തന്നെ കമ്പി ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഉണ്ട് പറഞ്ഞു. നീ പറയുന്ന ഈ തൂണ് ഞാൻ പൊളിക്കും, നീ പറയുന്ന ഭഗവാൻ വരണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ കഥ കഴിക്കും പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ തൂണിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട്, പക്ഷേ പൊളിച്ചാൽ വരുമ്പോൾ ചോദിച്ചാൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇല്ല വിചാരിക്കരുത്. പാലിൻ്റെ ഉള്ളിൽ നെയ്യുണ്ട് പറയാറുണ്ട്. നെയ്യുണ്ടോ? നോക്കിയാൽ കാണുന്നല്ലോ. നോക്കിയാൽ കാണാൻ പറ്റില്ല. പാലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നെയ്യ കാണണമെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട്. എന്താ? ആദ്യം പാല് കാച്ചണം, പിന്നെ വറവൊഴിക്കണം, പിന്നെ തൈരായ ശേഷം തൈര് കലക്കി വെണ്ണ എടുക്കണം. ആ വെണ്ണ ഉരുക്കിയാലേ നെയ്യ് കാണാൻ പറ്റുള്ളൂ. പാലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നെയ്യ് തന്നെ കാണണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിയാലേ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട് പറയാറുണ്ട് എല്ലാവരുടെ ഉള്ളിലും. ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ ഉടനെ ഓപ്പൺ ഹാർട്ട് സർജറി ഓപ്പറേഷൻ നടത്തി എൻ്റെ ഭഗവാൻ ഇങ്ങനെ നോക്കട്ടെ, അങ്ങനെ നോക്കാൻ പറ്റില്ലേ. ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ അങ്ങനെ ധ്യാനം ചെയ്തിട്ട് നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭഗവാൻ ഇല്ലേ വിചാരിക്കരുത് പറഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വിളിച്ചുകൊണ്ടു സ്തംഭം തട്ടാട് അതിബലകാസ്വമുഷ്ടിന, വേഗം ആ തൂണ് ഒരു ഇടിയിടിച്ചു. അടുത്ത ക്ഷണം സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കണ്ണോ സമാചോർണയൻ നാഭൂർണ ജഗദണ്ഡ കുണ്ഡഘോരോ ഘോരസ്തവാഭൂദ്രവഃ സുസ്വായം കില ദൈത്യരാജഹൃതിയെ പൂർവം കഥാപ്യസ്തൃതം കമ്പക്കശ്ചന സംപപാത ദലിതോപ്യം ഭോജഭൂർവിഷ്ടരാത് ദൈത്യേ വിഷ്ണുവിസൃഷ്ടചക്രീ മഹാസംരംഭിനി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം ഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വിഭ്രമതചിത്തേ സ്വരേ വിസ്ഫുർജദ്ധമലോഗ്രരോമവികസത് തസ്മാ സമാധിംബഥാഃ തപ്തസ്വർണസവർണഘൂർണചിതിരൂക്ഷാക്ഷം ഷടാകേസരപ്രതുംബപ്രണികമ്പിതാംബരമഹോ ജീയാത്തവേദം വപുഃ വ്യാപ്തം വ്യാപ്തമഹാതരീസുഖമുഖം ഖഡ്ഗോഗ്രവദ്ഗന്മഹാജിത്വാനിത്യമതിസ്യമാനസമഹാതമുക്രാജികൊഡ്ഡാമരം ഉത്സർപ്പത്കലിഭംഗഭീഷണഹണുക്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവര ദോശതോദ്ഗതനഖക്രൂരാംശു ദൂരോർപ്പണം വ്യോമോല്ലംഘിഘനാഘനോപമഘനപ്രധാനനിർദ്ധാവിതസ്പർദ്ധാവപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപുഃ ഗർജന്തം ഗർജയന്തം നിജപുജപടലം സ്ഫോടയന്തം ഹഠന്തം റോപ്യന്തം താപ്യന്തം ദിവിഭുവിദിദ്ധം ക്ഷേപയന്തം ക്ഷിവന്തം ക്രന്ദന്തം രോഷയന്തം ദിശി ദിശി സതതം സംകരന്തം ഭരന്തം വീക്ഷന്തം ഘൂർണയന്തം കരണികരസനേഹി ദിവ്യസിംഹം നമാമി സ്തംഭേ ഘട്ടയതഃ. ഹിരണ്യകശിപു അടിച്ച അടുത്ത ക്ഷണം തൂണ് രണ്ടായി വളർന്നു. അട്ടഹാസ ശബ്ദം കേട്ടു. ദേവന്മാർക്ക് പേടിച്ച് ആകാശത്തേക്ക് പോയി. ആ മണ്ഡപം തന്നെ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ഹിരണ്യകശിപു നോക്കുമ്പോൾ ആദ്യം ഒരു സിംഹത്തിൻ്റെ മുഖം കണ്ടു. ഷടാരോമങ്ങളും കുഞ്ചുരോമങ്ങളും പാതാളമ്പോളം ആയും ദംഷ്ട്രകളും 3 കണ്ണുകളിൽ തീപ്പൊരി പറന്നുകൊണ്ടിരിക്കുന്നു. സിംഹമാണോ വിചാരിച്ചപ്പോഴാണ് ആ തൂണ് പുലർന്ന് വരുമ്പോൾ കഴുത്ത് വരെ സിംഹം, കഴുത്തിൻ്റെ താഴെ നാരായണ രൂപത്തിൽ വൈദേഹി വനമാലാധാരിയായി ആയിരക്കണക്കിന് കൈകളിൽ ആയിരക്കണക്കിന് ആയുധങ്ങളും ധരിച്ച് ഭഗവാൻ സ്തംഭത്തിൽ നിന്നും മണ്ഡപത്തിലേക്ക് ചാടി വന്ന ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ചു. ദിവിസ്പൃശത്കായം, ആകാശം വരെ വലിയ വിശ്വരൂപം സ്വീകരിച്ചു. ഹിരണ്യകശിപു വലിയ രൂപം സ്വീകരിച്ച് യുദ്ധത്തിന് വരണം. ഹിരണ്യകശിപുവിൻ്റെ അനുയായിയായ അസുരന്മാർ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ ആയുധം പ്രയോഗിക്കണോ അത് തന്നെ പിടിച്ച് അവിടെ തന്നെ അടിക്കുന്നു. ഭഗവാൻ കുറച്ചു നേരം യുദ്ധം ചെയ്യുന്നു. എന്താ കാരണം? സന്ധ്യാസമയം ആവട്ടെ എന്ന് ഭഗവാൻ കാത്തിരിക്കുന്നു. സന്ധ്യാസമയം ആയപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചാടി പുറപ്പെട്ടു. ഉടനെ രക്ഷപ്പെടാൻ വേണ്ടി പിന്നാക്കം ഓടി ഹിരണ്യകശിപു. പിന്നിൽ ചെന്നപ്പോൾ പിന്നിൽ നിന്നും വേറൊരു നരസിംഹം, മുന്നിലും പിന്നിലും നരസിംഹനെ കണ്ടപ്പോൾ വലതുവശത്ത് ഓടി, വലതുവശത്തിൽ വേറൊരു നരസിംഹം, ഇടതുവശം ഓടുമ്പോൾ അവിടെ ഒരു നരസിംഹം, ഇടയിൽ ചെല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെയും നരസിംഹം, പാതാളത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാതാളത്തിൽ ഒരു നരസിംഹം, ആകാശത്തിൽ പറക്കാൻ വിചാരിക്കുമ്പോൾ ആകാശത്തിൽ പറന്നുകൊണ്ട് ഒരു നരസിംഹം, വിജിച്ചു ഊർധ്വമത സമന്ത എന്ന നൂற்றுക്കണക്കിന് രൂപം കാണിച്ചു ഭഗവാൻ. അങ്ങനെ എല്ലാ നരസിംഹം ഒന്നിച്ച് ചേർന്ന് കൃത്വാട്ടഹാസം ഖരമത്സ്വനോൽബനം നിമീലിതാക്ഷം
ജഗൃഹേ മഹാജവഹ. ഒരു അട്ടഹാസം ചെയ്തപ്പോൾ ഹിരണ്യകശിപു പേടിച്ച് കണ്ണടച്ചു. എല്ലാ നരസിംഹവും ഒരേ രൂപം സ്വീകരിച്ച് ഹിരണ്യകശിപുവിനെ പിടിച്ച് കൊണ്ടുപോയി. ഹിരണ്യകശിപു രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭഗവാൻ വിടുന്നില്ല. ഭഗവാൻ ഒരാളെയും പിടിക്കാറില്ല. പിടിച്ചാൽ പിന്നെ വിടില്ല. പിടിച്ച് കൊണ്ടുപോയി ഉമ്മറപ്പടിയിൽ കയറിയിരുന്നു. കാരണം വരം മേടിച്ചിട്ടുണ്ടല്ലോ. ഉള്ളിയും പാടില്ല, പുറത്ത് പാടില്ല. അതുകൊണ്ട് ഉമ്മറപ്പടിയിലായിരുന്നു. മേലെയും പാടില്ല, താഴെ പാടില്ല. ഇപ്പം മടി താഴെയാണ്, പക്ഷേ അതിൻ്റെ മുകളിലാണ്. മടിയിൽ ഭഗവാൻ മടിത്തട്ടിലിട്ടു. ഹിരണ്യകശിപു തുള്ളി ചാടുന്നു. രണ്ട് കൈ കൊണ്ട് കാല് അമർത്തി പിടിച്ചു, രണ്ട് കൈ കൊണ്ട് കൈ അമർത്തി പിടിച്ചു. കൂർത്തമുടുത്ത നഖങ്ങൾ കൊണ്ട് മാരടുത്ത് വെച്ച് കീറി അമർത്തിയ പോലെ ഹിരണ്യകശിപു ഘോര ശബ്ദം. ഹിരണ്യകശിപുവിനെ രക്തം വരുന്നുണ്ട്. രക്തം തെളിച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭാഗവതത്തിൽ. പക്ഷേ ഭട്ടത്രി പറയുമ്പോൾ പായം പായം ഉദയരയോ ബഹുജഗത് സംഹാരി സിംഹാരവാണ്. ആ രക്തം കുടിച്ചു പറയുന്നു. എന്താ കാരണം? പ്രഹ്ലാദന് ജന്മം നൽകിയ രക്തമല്ലേ. ഇതിൽ എത്ര പ്രഹ്ലാദന ഉണ്ടോ അറിഞ്ഞുകൂടാ. വേസ്റ്റാക്കാണെന്ന് വെച്ച് ഭഗവാൻ അത് കുടിച്ച് ആ കുടലും എടുത്ത് മാളയായി അണിഞ്ഞ് നിൽക്കുമ്പോഴാണ് ദേവന്മാർക്ക് വേടിച്ച് സ്തുതിക്കുന്നു. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ദേവന്മാർ സ്തുതിച്ചിട്ടും ഭഗവാന്റെ ആവേശം മാറുന്നില്ല. എവിടെ പ്രഹ്ലാദൻ എന്ന ഭഗവാൻ ഗർജന ചെയ്യുമ്പോൾ ദേവന്മാർക്ക് പേടിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. ഉടനെ ബ്രഹ്മാവ് മഹാലക്ഷ്മിയോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് ശുദ്ധി എടുത്തിരിക്കുന്നുവെന്നും സമാധാനം ചെയ്തോളൂ. ചില ഭർത്താക്കൾ അങ്ങനെയാണ്, ഭാര്യമാരെ കണ്ടാൽ പിന്നെ മിണ്ടാതിരുന്നോളൂ. അതുപോലെ വിചാരിച്ച് മഹാലക്ഷ്മി വിളിച്ചുകൊണ്ട് വന്നു. മഹാലക്ഷ്മി വന്നപ്പോൾ എന്തായി? വീണ്ടും ഒരു അട്ടഹാസം ചെയ്തു ഭഗവാൻ. മഹാലക്ഷ്മി വന്ന വഴി കണ്ടു, പോയ വഴി കണ്ടില്ല. മഹാലക്ഷ്മി വരുന്ന വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ, പോകുന്ന വഴി കാണാൻ പറ്റില്ല. പെട്ടെന്ന് പോകും. മഹാലക്ഷ്മിക്ക് ഭയമാണോ ചോദിച്ചാൽ ഭയം ഇല്ല എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു സാ നോപേയായ ശങ്കിത. എന്തുകൊണ്ടിങ്ങനെ അഭിനയിച്ചു ചോദിച്ചാൽ ഗുരുനാഥൻ പറയും, പ്രഹ്ലാദസ്യ പ്രേമഭക്തിം ജഗത്യാം നൂനം ലോകേ ദർശയന്തീവ ഭീത ദൃഷ്ട്വാ നാഥം യാ സുദൂരം ദധാവ ലക്ഷ്മീർനിത്യം മംഗളം മേ തനോതു. ഭഗവാന്റെ ഹൃദയം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് മഹാലക്ഷ്മി ഭയന്നതുപോലെ പോയി. എന്താ കാരണം? പ്രഹ്ലാദനെയാണ് ഭഗവാൻ ഇപ്പോൾ അന്വേഷിച്ചിരിക്കുന്നത്. ആ പ്രഹ്ലാദൻ്റെ ഭക്തി എല്ലാവരും മനസ്സിലാക്കട്ടെ വിചാരിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു, പ്രഹ്ലാദനെ പറഞ്ഞു വിട്ടോളൂ പറഞ്ഞ് മഹാലക്ഷ്മി പോയപ്പോഴാണ് പ്രഹ്ലാദനെ പറഞ്ഞു വിട്ടു. പ്രഹ്ലാദനക്ക് നരസിംഹനെ കണ്ട് ഭയമില്ല. എന്താ കാരണം? ഇപ്പോൾ സിംഹം ഇരിക്കുമ്പോൾ ബാക്കി മൃഗങ്ങൾ പേടിക്കും, ആ സിംഹത്തിൻ്റെ കുട്ടി പേടിക്കാറില്ല. അത് വേഗം അമ്മയുടെ അടുത്ത് ചെല്ലും. അതുപോലെയാണ് ഉഗ്രോപി അനുഗ്രഹേവയം സ്വഭക്താനാം കേസരി കേസരി വസ്വപോതാനാം അന്യേഷാം ഉഗ്രവിഗ്രഹ. പ്രഹ്ലാദനെ കണ്ടപ്പോൾ നരസിംഹൻ തന്നെ ശാന്തനായി മാറി. കൂർത്തമൂർത്ത നഖങ്ങൾക്ക് ഉള്ളിലേക്ക് ചെന്നു. സഠാരോമങ്ങൾ എല്ലാമൊക്കെ അടങ്ങി ഒതുക്കി സാധാരണമായി മാറി. രക്തമയമായ ഭഗവാൻ സാധാരണ ആനന്ദബാഷ്പമൂരി തീപാറും കണ്ണിൽ നിന്നും എന്നാണ് ഇന്നലെ ഒരു പാട്ട് പാടില്ലേ, ആ നരസിംഹാവതാര ആവിഷ്കാരം എങ്ങനെയാണെന്ന്. ഗുരുവായൂരിൻ്റെ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ഹരി ആ തിരുമേനിയാണ് ആ നരസിംഹഭാവം നേരിട്ട് കാണിക്കുന്നത് പോലെ വന്നിരിക്കുന്നത്. അങ്ങനെ തീപാറോ കണ്ണിൽ നിന്നും ആനന്ദബാഷ്പം ഉണ്ടായി. ഭഗവാൻ കൃപയാ പരിപ്ലുത തൻ്റെ കൃപയിൽ സ്വയം തന്നെ മുങ്ങി നേരെ പ്രഹ്ലാദനെ പിടിച്ച് എടുത്തു. അവിടെ സിംഹാസനം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ഭഗവാൻ. എന്താ കാരണം? ഹിരണ്യകശിപു ഇരുന്ന സിംഹാസനമാണ്. ഇനി പ്രഹ്ലാദനെ എടുക്കണമെങ്കിൽ ഒരു പുണ്യാഹം കഴിക്കണം. പുണ്യാഹം കഴിക്കുന്ന ഭഗവാൻ ഇരുന്നാൽ മതി, അത് പുണ്യാഹമാവും. അതിനുവേണ്ടി ഭഗവാൻ ആ സിംഹാസനത്തിൽ കയറിയിരുന്നു. ഇപ്പോൾ എന്താ, ഈ പ്രഹ്ലാദനക്ക് ഡബിൾ സിംഹാസനം. ഒരു സിംഹാസനം, അതിൻ്റെ മുകളിൽ ഒരു സിംഹം, അതിൻ്റെ മുകളിലാണ് പ്രഹ്ലാദൻ. അങ്ങനെ ഭഗവാന്റെ മടിത്തട്ടിൽ ഇരുന്ന് ഭഗവാന്റെ ആ പാദവും നോക്കി ഗംഭീര സ്തുതി ചെയ്യുന്നു. ബ്രഹ്മാദയസുരഗണാമുനയോ സിദ്ധാഃ സത്വൈകതാനമതയോ വചസാം പ്രവാഹൈഃ നാരാധികം പുരുഗുണൈരധുനാപി പിപ്രുഗോ കിം തോഷ്ടുമർഹതി സമേ
ഹരിരുദ്രജാതേ ബ്രഹ്മാദയഃ സുരഗണാഃ. ബ്രഹ്മാദി ദുർലഭൻ ഭക്തസുലഭൻ എന്ന് പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. ഇപ്പോൾ നേരിട്ട് കാണണോ? ദേവന്മാർക്ക് പേടിച്ച് നിൽക്കുമ്പോൾ എന്നെ സ്വീകരിച്ചില്ലേ ഭഗവാനെ? എന്നെ മാത്രം സ്വീകരിച്ചാൽ പോരാ, എന്നെപ്പോലെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. നിന്നെ കണ്ട് എനിക്ക് പേടിയില്ലേ? നാഹം വിഭേമി എന്ന് പറയും. നരസിംഹത്തെ കണ്ട് പേടിക്കുന്നില്ലേ? ഏതാ കാരണം? ഹിന്ദുമതത്തിൽ ചിരിക്കുന്ന ദേവൻ നരസിംഹൻ മാത്രമേ ഉള്ളൂ. ബാക്കി ദേവന്മാർക്ക് സ്മൈൽ മാത്രമേ ചെയ്യുന്നു. വായ തുറന്ന് ചിരിക്കണ്ടേ? ഹാ ഹാ. അങ്ങനെ വായ തുറന്ന് ചിരിക്കുന്ന ഒരേ ദേവൻ നരസിംഹൻ മാത്രമേ ഉള്ളൂ. നരസിംഹ, നിന്നെ കണ്ട് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദൻ ചോദിച്ചു. പിന്നെ പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിക്കുന്നു, എനിക്ക് എന്താണ് വരം വേണം? അവളോട് പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ അച്ഛനക്ക് സദ്ഗതി കിട്ടണം. നിൻ്റെ അച്ഛനക്ക് സദ്ഗതി കിട്ടാൻ വരം മേടിക്കേണ്ട ആവശ്യമില്ല. നീ ഒരാൾ ജനിച്ചത് മതി. 21 തലമുറ എല്ലാവർക്കും സദ്ഗതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വേറെ എന്താണ് വരം വേണം? വരം വേണം, തോണാൻ പാടില്ല. അങ്ങനെ ഒരു വരം തന്നോളൂ. എന്നാൽ വരം വാങ്ങുന്നതിൽ മിടുക്കൻ എൻ്റെ അച്ഛനാണ്. എത്ര വരം മേടിച്ചു, അവസാനം 2 കഷ്ടമായി കിടക്കുന്നു. അപ്പോൾ വരം വേണം, തോണാൻ പാടില്ല. കാമാണാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം. നരസിംഹൻ പറഞ്ഞു, നിനക്ക് വരം വേണ്ട, എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കൂ. അങ്ങനെ ആണെങ്കിൽ നിൻ്റെ പാദത്തിൽ മാറാത്ത ഭക്തി ഉണ്ടാവണം. നാഥയോണി സഹസ്രേഷു യേഷു യേഷു വ്രജാമ്യകം തേഷു തേഷ്വചലാ ഭക്തി അച്യുതാസ്തു സദാ ത്വയി. എവിടെ ജനിച്ചാലും നിൻ്റെ പാദത്തിൽ മാറാത്ത ഭക്തി വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് അവസാനം നരസിംഹൻ പറഞ്ഞു, പ്രഹ്ലാദ, ഞാൻ തോറ്റു, നീ ജയിച്ചു. ഭക്തിയിൽ നീ ജയിച്ചിരിക്കണം. അനുഗ്രഹം ചെയ്യാൻ എന്നെക്കൊണ്ട് ആവണില്ല. എന്നാലും ഒരു പുതിയ അനുഗ്രഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം. നിനക്ക് മുമ്പ് എത്ര ഭക്തന്മാർ ഉണ്ടായിരുന്നുവോ, നിനക്ക് ശേഷം എത്ര ഭക്തന്മാർ വരാൻ പോകുന്നുവോ, ഇപ്പോൾ തത്കാലം എത്ര ഭക്തന്മാർ സ്ഥിതി ചെയ്യുന്നുവോ, എല്ലാ ഭക്തന്മാർക്കും രാജാവ് നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഭക്ത സാമ്രാജ്യ ചക്രവർത്തിയാക്കി പട്ടാഭിഷേകം നടത്തി. പട്ടാഭിഷേകം നടത്തണമെങ്കിൽ സിംഹാസനം വേണ്ടേ? നരസിംഹൻ്റെ മടിത്തട്ട് തന്നെ സിംഹാസനമായി. പട്ടാഭിഷേകത്തിന് തീർത്ഥം വേണ്ടേ? നരസിംഹ ഭഗവാന്റെ കണ്ണുനീർ തന്നെ തീർത്ഥമായി. പട്ടാഭിഷേകത്തിന് കിരീടം വേണ്ടേ? ഭഗവാന്റെ അഭയഹസ്തം അതിനെ കിരീടമാക്കി. ഇങ്ങനെ ഭഗവാൻ ഭക്ത സാമ്രാജ്യ ചക്രവർത്തിയാക്കി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. ഈ കഥ ആരാണ് പറയുന്നു? ധർമ്മപുത്രനുക്ക് നാരദൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ശ്രോതാവ് ഇരിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. മുന്നിലിருந்து അത് കേട്ട് ആസ്വദിച്ചിരിക്കണം. പ്രഹ്ലാദൻ്റെ ഇടയ്ക്ക് ഭഗവാനെ ഓർത്ത് കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് കേൾക്കുന്നു. എല്ലാവരും കരയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും മുണ്ടെടുത്ത് കറഞ്ഞുകൊണ്ട് കഥ കേൾക്കുന്നു. പിന്നെ സത്യം വിധാതും നിജഭൃത്യഭാടതും 2 തൂണ് തട്ടിയപ്പോൾ അവിടെ നിന്ന് നരസിംഹൻ ചാടി പുറപ്പെട്ടു പറഞ്ഞപ്പോൾ ദീപാരാധന ചെയ്തു. എല്ലാവരും നരസിംഹ നരസിംഹ രക്ഷിക്കണേ രക്ഷിക്കണേ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തു, മുണ്ട് അരയിൽ കെട്ടി നരസിംഹ നരസിംഹ കടാക്ഷിക്കണേ രക്ഷിക്കണേന്ന് നരസിംഹനെ പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോഴാണ് നാരദൻ നോക്കിയപ്പോൾ മനസ്സിലായി, ഈ ആൾ എല്ലാവരും പറ്റിക്കുന്നു കൃഷ്ണൻ. അപ്പോൾ പറഞ്ഞു, ധർമ്മപുത്ര, അന്ന് നരസിംഹാവതാരം ചെയ്തത് ആരാണ് അറിയാവോ? ഇല്ലേ? ഈ കൃഷ്ണനാണ്. ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. ഈ കൃഷ്ണനാണ് അന്ന് നരസിംഹവേഷം കെട്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പാർത്ഥ പരമവിസ്മിത. ധർമ്മപുത്രൻ ആശ്ചര്യപ്പെട്ടു. വീണ്ടും കൃഷ്ണനക്ക് പൂജ വയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നരസിംഹാവതാരം ഇവിടെ സമർപ്പിക്കുന്നു.